മാനവകുലത്തിന്റെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്നുള്ളതെല്ലാം ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എങ്ങനെയാണ് അതിന്മേൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. എന്നാൽ യേശു വീസ ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മാരിയോ ജോസഫിനെ പോലുള്ളവര്, മൈക്കിൾ കാര്യമറ്റോ അച്ഛനെ പോലുള്ളവര്, അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ പറയുന്ന ഈസാ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു, ഖുർആനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ. എടുത്ത വായിക്ക് ഞാൻ അതിന് മറുപടി യെസ് എന്നേ പറയുള്ളൂ, ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരെതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒക്കെ കുട പിടിക്കാൻ വന്ന മാത്യു ചെമ്പുകണ്ടം എന്ന് പറയുന്ന കണ്ടത്തിലെ ആളിനൊക്കെ യേശുക്രിസ്തുവിന്റെ വില അറിയാൻ വയ്യാത്ത ജീവിതങ്ങളാണ്. യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾക്കും കള്ളപ്രവാചകനായ ഈസയെ യേശുവായിട്ട് യോജിച്ചു വെക്കാൻ സാധ്യമല്ല. കാരണം എല്ലാ രീതിയിലും ജീവിതം കൊണ്ടും പഠിപ്പിക്കലുകൾ കൊണ്ടും മാതൃകകൾ കൊണ്ടും യേശുക്രിസ്തു എന്ന് പറയുന്ന ലോകത്തിലെ സകല മനുഷ്യർക്കുമുള്ള മാതൃകയാണ്. പക്ഷേ ഈസ എന്ന് പറയുന്ന ആളിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങളെപ്പോലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നത് നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് വരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെയൊക്കെ സഭകൾ തന്നെ ഇത് രണ്ടും രണ്ടാണെന്നുള്ള പഠിപ്പിക്കലുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും അങ്ങോട്ട് ചേക്കേറിയ ചെമ്പുകണ്ടത്തിന് പോലും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല ചെമ്പുകണ്ടം പറ്റിയ സ്ഥലത്താണ് വന്ന് ചെമ്പുകണ്ടം പെട്ടത്. അപ്പൊ ചെമ്പുകണ്ടത്തിനോടും ബാക്കിയുള്ളവരോടും പറയുകയാണ്, 7 ഭാഗം ഇപ്പൊ ചെയ്തു. ഇത് 8ാമത്തെ ഭാഗമാണ്. യേശുക്രിസ്തു ഈസാ നബിയും തമ്മിലുള്ള വിഷയങ്ങളിൽ അല്ലാതുള്ള മാരിയോ ജോസഫിന്റെ പല വിഷയങ്ങളായിട്ട് 7 വീഡിയോസ് ചെയ്തു. ഇത് 8ാമത്തെ വീഡിയോസാണ്. ഇതിൽ യേശുക്രിസ്തുവിന്റെ ഈസാ നബിയുടെ പഠിപ്പിക്കലുകളെ വെച്ചാണ്. ഇപ്പൊ യേശുക്രിസ്തു പഠിപ്പിച്ചതിന്റെ ഒരു 7 അയലത്ത് പോലും ആർക്ക് വരാൻ സാധ്യമല്ല? ഈസ എന്ന് പറയുന്ന കള്ളപ്രവാചകന് വരാൻ സാധ്യമല്ല. യേശു പഠിപ്പിച്ചതിന്റെ 7 അയലത്തെന്നല്ല, 700 അയലത്ത് പോലും പരിസരത്ത് പോലും വരാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ലാണ് ഇത് പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലുകളാണിത്. നിങ്ങൾ ഈ പറയുന്ന കള്ളനായ ഈസ എവിടെയെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? 10 കാര്യങ്ങൾ പഠിപ്പിച്ചെന്നല്ലേ പറഞ്ഞു. യേശുക്രിസ്തുവിനെ പറ്റി ഖുറാനിൽ പറയുന്ന 10 കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആ 10 കാര്യങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇല്ലാത്ത ചില സമ്പതി ഖുർആനിലുണ്ട്, അതൊന്ന് പഠിച്ചോ. യേശുവിനെ കുറിച്ച് പറയുന്ന 10 കാര്യങ്ങൾ. കൈയൊന്ന് 10 ഇങ്ങനെ നിവൃത്തി പിടിക്കാവോ? പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ, ആ സമയം തീർന്നു. കൈ നിവൃത്തി പിടിച്ചോ. ഖുർആൻ പറയുന്നു, യേശു ദൈവത്തിന്റെ വചനമാണ്, യേശു ദൈവത്തിന്റെ ആത്മാവാണ്, ജനിച്ചിട്ട് 2-ാം ദിവസം സംസാരിച്ചു. യേശു ബൈബിൾ ലോകത്തിന് നൽകി, ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ നൽകി. യേശു സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോഴും ജീവിക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. 10 കാര്യങ്ങൾ ഈശോയെ കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്നതാ. ഒരു യാക്ഷുവ കയ്യടി മാക്സിമം ഉറക്കി ഒന്ന് കൊടുക്കാവോ? പോരാ, ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ഒന്നും കൂടെ മാക്സിമം ഉറക്ക കൊടുക്കാവോ? ആമേൻ. കേട്ടല്ലോ 10 കാര്യം. എന്നിട്ട് ഫ്രണ്ടിലിരുന്ന പാവങ്ങളെ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറയിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ ഉള്ളിലേക്ക് അധർമ്മമൂർത്തിയുടെ കാര്യങ്ങളെ ഇട്ടു കൊടുക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ യേശുക്രിസ്തു പഠിപ്പിച്ചെന്താ അറിയോ? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു.
മത്തായിയുടെ സുവിശേഷം 5:28. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. സ്ത്രീയെ നോക്കിയാൽ മതി. പഴയ നിയമത്തില് ഒരു സ്ത്രീയുമായിട്ട് ചെന്ന് ശാരീരത്തിൽ കിടക്ക പങ്കിടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മോഹം മാത്രം മതി, വ്യഭിചാരം ചെയ്തു പോയി. ഖുറാനിൽ പറയുന്ന അതുല്യനായ പരിശുദ്ധനാന്നൊക്കെ മുസ്ലിങ്ങൾ അഭിപ്രായപ്പെടുന്ന മുഹമ്മദോ വഴിയെ പോകുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവളോട് മോഹം തോന്നിയിട്ട് തോൽപാത്രം കഴുകിക്കൊണ്ടുന്ന സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി ശാരീരബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആ പുള്ളി കൊണ്ടുവന്ന പുസ്തകത്തിലെ ഈസയാണ് യേശു എന്ന് പറയുന്ന ഇവര് ആരാണ്? നിങ്ങൾ അതോടൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ല, ഈ സ്ത്രീയെ ഇങ്ങനെ മോഹിക്കരുതെന്ന് ഈസാ നബി എവിടെയെങ്കിലും ഏതെങ്കിലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ കേട്ടോ. പിന്നെ പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5:32. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. 5:32. ഇത് ഞാനോ നിങ്ങളോട് പറയുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടുന്ന് ഒരു മലക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന ആളോട് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന ആള് മറ്റേ ആളോട് പറഞ്ഞു, ആ ആള് മറിച്ച ആളോട് പറഞ്ഞു, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അത് വ്യക്തമായിട്ട് ഞാനോ നിങ്ങളോട് പറയുന്നെന്നാ, അല്ലാതെ വേറൊരാൾ പറഞ്ഞു എന്നുള്ളതല്ല. ഞാനോ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഒരു ഉപദേശം നിങ്ങളുടെ ഈ കള്ളപ്രവാചകനായ കള്ളസാക്ഷ്യത്തിന് കൂട്ടുന്ന ഈസ ഇങ്ങനെ എവിടെയെങ്കിലും പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടോ? ചെമ്പുകണ്ടം ഉണ്ടോ? മൈക്കൽ കാര്യമറ്റം ഉണ്ടോ? മാരിയോ ജോസഫെ? അല്ലെങ്കിൽ ഇസ്ലാമിക മനസ്സിണക്കപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് എഴുതി വിട്ടാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം എഴുതി വിട്ടാലും മതി. അടുത്ത, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5:39. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. ഈസ എന്ന് പറയുന്നയാള് കള്ളസാക്ഷ്യത്തിന് കള്ളത്തരത്തിന് കൂട്ടുന്ന ഈസ എന്ന് പറയുന്നയാൾ ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയില്ല. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മുഹമ്മദിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഒട്ടകമാല കഴുത്തലിട്ടെന്നും പറഞ്ഞുകൊണ്ട് നാളുകൾക്ക് ശേഷം എല്ലാത്തിനെയും വെട്ടി കിണറ്റിലിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഇന്നവന്റെ ഇന്ന മകനെ ഇന്നവന്റെ ഇന്ന വാപ്പായെ എന്ന് വിളിച്ച് വൈരാഗ്യം തീർത്ത ആള് കൊണ്ടുവന്ന പുസ്തകത്തിന്റെ അകത്തെ ഈസയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞു വന്ന ഇവരോട് നിങ്ങൾ തന്നെ ചോദിക്കുക, ഇങ്ങനെ ഈസാ നബി ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. മത്തായിയുടെ സുവിശേഷം 5:48 പറയാണ്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണനായിരിപ്പിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. ആ പഠിപ്പീര് ഖുറാനിലെ കള്ളത്തരത്തിന് കൂട്ടുന്ന ഈസ പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയുമില്ല. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പിൻ. അപ്പോൾ മനുഷ്യര് കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യരുതെന്നാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്. അതെന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം എന്നറിയോ? മത്തായിയുടെ സുവിശേഷം 6:1 പറയാണ്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇതാണ് പറഞ്ഞത്. എന്ത്? മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ? സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ പ്രതിഫലമില്ല. എന്ത്? മനുഷ്യരെ കാണിച്ചുകൊണ്ട് ദാനോ ആപത്തിനെ തടയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഇത് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വർഗീയ ദൈവത്തിന്റെ നിന്നുള്ള സ്വർഗീയ പിതാവിൽ നിന്നുള്ള പ്രതിഫലം ഇല്ല എന്നാണ് പറയുന്നത്.
അടുത്തത് പറയുന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. അത് ശരിയാണല്ലോ. നിങ്ങൾക്കറിയാലോ, ബസ് തടഞ്ഞു നിർത്തി, റോഡ് മാർഗം തടഞ്ഞു നിർത്തി, കാണുന്ന മുക്കിലും മൂലയിലും ഒക്കെ പടിഞ്ഞാറോട്ടൊക്കെ ദിശ വെച്ച് ഭയങ്കര കപടഭക്തിക്കാരായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ അല്ല അവർ സന്തോഷിപ്പിക്കുന്നത്, പരസ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും അവരോടുള്ള അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുത്തൻ അങ്ങനെ ഇന്ന് ചെയ്യുമ്പോൾ അനേകർ ഇവന്റെ ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ നിൽപ്പുണ്ടായിരിക്കാം. ആ സമയത്തായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടും. കാക്ക കൂടുന്നവർക്ക് കൂടുകയും ചെയ്യും. ബസ്സുകൾ തടഞ്ഞു നിർത്തി, കാറിന്റെ ഡിക്കിയില്, അതേപോലെ തെരുക്കോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തെരുവിന്റെ ഒരു കോണിലൊക്കെ നിന്നുകൊണ്ട് ട്രെയിനിൻ്റെ അകത്ത് ഭയങ്കര ഇതാണ്. അതിനെയും ബൈബിളിൻ്റെ അകത്ത്, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് നിന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:4-5. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് പ്രതിഫലം? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം തരും. ഏതായി? കപടഭക്തിക്കാർക്കല്ല. തെരുക്കോണിലൊക്കെ നിന്നുകൊണ്ട് മനുഷ്യന് ഇഷ്ടപ്പെടുന്നു, മനുഷ്യന്റെ കണ്ണിന് വേണ്ടി കൊടുക്കുന്ന രീതിയിലുള്ള ഇതിലല്ല പറയുന്നത്. നിന്റെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടിപ്പാട്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കിടന്നുകൊണ്ട് തെരുക്കോണിൽ വഴിയും മുടക്കി ബസ് യാത്രക്കാരെയും ബുദ്ധിമുട്ടിപ്പിച്ച് ട്രെയിൻ യാത്രക്കാരെയും ബുദ്ധിമുട്ടിപ്പിച്ച് ഭയങ്കര പ്രശ്നമാണ്. അല്ല, നിങ്ങളോടൊരു ചോദ്യം, ഇങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും കള്ളത്തരത്തിന് കൂട്ടുന്ന ഈസ എന്ന് പറയുന്ന ആൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണേ എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണേ എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇപ്പൊ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നത് ഒക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈസാ നബി ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി സ്വർഗത്തെ പറ്റിയുള്ള പറച്ചിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞെന്താണെന്നറിയോ? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ ജീവങ്കലേക്ക് പോകുന്നവർ വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. പക്ഷെ കബറ് വിശാലമാക്കണേ എന്നും പറഞ്ഞിട്ട് ഇട്ടിരിക്കുക. കാരണം എന്താ? നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതാണ്, വഴി വിശാലമാണ്. അവർക്ക് വിശാലമായ വഴിയിലൂടെ അവർക്ക് നടക്കണം. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയെ യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വിശാലത വേണം. അങ്ങോട്ടാ നാശത്തിലേക്കുള്ള യാത്രയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ പറയുന്നത് വേറെ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളിൽ വാക്യങ്ങൾ എടുത്തു വെച്ച് പഠിപ്പിക്കണം. നിങ്ങൾക്ക് വീട്ടിലൊരു സൺഡേ സ്കൂൾ ഇല്ലെങ്കിൽ പിന്നെ സഭയിലേക്ക് വിട്ടിട്ട്, ഏത് സഭയിലേക്ക് വിട്ടിട്ട് എന്താ കാര്യം? വീട്ടിലൊരു സൺഡേ സ്കൂൾ അത്യാവശ്യമാണ്. അവിടെ വിശുദ്ധ വേദോസം വചനം പഠിപ്പിക്കാൻ തയ്യാറാകണം. അതിപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോവുകയല്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ഈ നർക്കോട്ടിക്കും മറ്റുള്ളതും ഒക്കെ പിന്നാലെ നമ്മുടെ കുട്ടികളെ പിന്നാലെ ഇവർ കൊണ്ടുവരുന്നുണ്ട് പല രീതിയിൽ. എന്നിട്ട് ഇവന്മാര് കിടന്നുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലത്ത് ഇവർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പെടുന്നത്. എന്നിട്ട് ഇവരുടെ ആശാന്മാർ കിടന്നുകൊണ്ട് പറയും നർക്കോട്ടിക്ക് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ലഹരി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവരുടെ ഈ നോമ്പ് വരുമല്ലോ, ഇവരുടെ ഒരു മാസത്തെ നോമ്പ് സമയത്ത് ബാറിലങ്ങ് ഒരു മനുഷ്യനും ഇല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവുന്നേ? കാരണം നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും എല്ലാ മനുഷ്യരും പണിക്ക് പോകുന്നുണ്ട്, ശരിയല്ലേ? എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, സാധാരണ രീതി. പക്ഷെ നോമ്പ് സമയമാകുമ്പോൾ ബാറിൽ ആളില്ല എന്ന് പറയുന്നത് അതെന്താണ്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അല്ല, ഈ ഇടുക്കുവാതിലും ഞെരുക്കമുള്ളതൊക്കെയാണെന്ന് ഖുറാന്റെ അകത്ത് പറയുന്ന കള്ളത്തരത്തിന് കൂട്ടിരുന്ന ഈസാ നബി
എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഈസാ നബി അല്ല, ഈസ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഏറ്റവും വലിയൊരു ഉപദേശം കൂടെ വേറൊരെണ്ണം തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:15-16. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? കേട്ടോ, കള്ളപ്രവാചകന്മാര് ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. യേശു ഈസ ഒന്നാണ്, അള്ളാഹു യഹോവ ഒന്നാണ്, വിശുദ്ധ മറിയവും ഖുറാനിൽ പറയുന്ന മറിയോ ഒന്നാണ്, അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണ് എന്ന് വേണ്ട, വിശുദ്ധ വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം ഞമ്മന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക്, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക്, ഓരോ സ്ഥലത്തേക്കും കടന്നു വന്നിട്ട് അവരെന്ത് ചെയ്യും? കാണുമ്പോൾ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നല്ല ആടുകളെ പോലെ വരും. പക്ഷേയോ അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. എങ്ങനെ? അവരുടെ വിശ്വാസത്തിലേക്ക് അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യങ്ങളിലേക്ക് അടുത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ പറയുന്ന ഉപദേശങ്ങളിലേക്ക് അടുത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ മുരളിച്ചു തുടങ്ങും ചെന്നായ്ക്കളുടെ. അപ്പോൾ അവരുടെ ഫലങ്ങളാ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് ഖുറാൻ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഖുറാൻ ചോദിച്ചു. ഖുറാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഖുറാനിൽ നിന്ന് സംശയമുണ്ടോ ചോദിച്ചോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു. എൻ്റെ കൂട്ടത്തിലൊരു ദൈവദാസനും ഉണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പോകുന്ന വഴിക്കാണ്. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേനും ഫ്രീ ആയിട്ട് എൻ്റെ കയ്യിലേക്ക് എന്ന ഖുറാൻ തിരിച്ചു മേടിച്ചു. അത്രയും സമയം സൗമ്യതയുടെ, ഭയഭക്തിയുടെ എല്ലാ രീതിയിലും മറുപടികളെ തന്നുകൊണ്ടിരുന്ന ആളിന് ലാസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അദ്ദേഹം അതിന് തക്കിയ മറുപടി തന്നുകൊണ്ടിരുന്നു. അത് തക്കിയാണെന്ന് എനിക്കും അറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ ഉള്ളത് കൊണ്ട് തക്കിയാണ് തരുന്നെങ്കിലും അവസാനം കൂച്ചുപോലും കിട്ടണക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഫ്രീ ആയിട്ട് തന്ന ഖുറാൻ തിരിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, നിന്നെപ്പോലുള്ളവരൊന്നും ഇത് വായിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യമാണ് എൻ്റെ ഉള്ളിൽ വന്നത്. അവർ ആടുകളുടെ വേഷം പൂണ്ട് മീശയും പിടിച്ച് താടിയും വളർത്തി അജാനുബാഹുക്കളെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അവര് പറയുന്ന ആശയത്തിനോട് അടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു മുരൾച്ച ഉള്ളിൽ നിന്ന് തുടങ്ങും. പറ്റുമെന്നുണ്ടെങ്കിൽ അവരെന്തും ചെയ്യാനും തയ്യാറാകും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ അത്തിപ്പഴവും പറിക്കാറുണ്ടോ? കിട്ടത്തില്ല. അല്ല, ഈ ഉപദേശം ഈസാ നബി എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുറാനിലെ കള്ളപ്രവാചകനായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയണേ മാരിയ ജോസഫേ, അല്ലെങ്കിൽ മൈക്കൽ കാരിമറ്റം. പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി സ്നേഹത്തിന് വലിയ മൂല്യം കൊടുത്ത ഒരാളാണ് കർത്താവായ യേശുക്രിസ്തു. സ്നേഹത്തിന് വളരെ മൂല്യം കൊടുത്ത ഒരാളാണ്. സ്നേഹിക്കണം എന്നുള്ളത് പല സ്ഥലങ്ങളിലും വിശുദ്ധ വേദോത്സവം വായിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 13:34-35. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷം 13:34-35. ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ കപടഭക്തിക്കാരായിട്ടോ കള്ള സഹോദരന്മാരായിട്ടുള്ള പല ആൾക്കാരുടെയും സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെ സ്നേഹം കൂടെ നിന്നവരും എല്ലാം ഉണ്ട്. അവസാനം നമ്മളെ ഇട്ടിട്ട് പണി തന്നവരുമുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും. എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു അവരെ വെറുക്കാൻ വേണ്ടിയല്ല പറഞ്ഞിട്ട്. കാരണം തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടല്ലേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്ന് പറയും. നമ്മളെല്ലാവരും സഭകളിൽ വിശ്വാസികളായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാ? മത്തായിയുടെ സുവിശേഷം 28-ാം വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ആരെ ശിഷ്യന്മാരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരാണ്. നമ്മൾ ശിഷ്യന്മാരാണെങ്കിൽ നല്ല ഗുരുവിനെ പറ്റി എവിടെയും പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? ധൈര്യം ഉണ്ടാവും. നല്ല മക്കളാണെങ്കിൽ അപ്പനെ പറ്റി പറയാൻ എവിടെയും ധൈര്യം ഉണ്ടാവും. അപ്പം നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നല്ല ഗുരുവിനെ പറ്റി, നല്ല കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി എല്ലാ സ്ഥലങ്ങളിലും പറയാൻ പറ്റും. ഞാൻ നല്ല ഗുരുവിനെ പറ്റി ഉറത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും ചില കത്തോലിക്കരായിട്ടുള്ളവർക്ക് വളരെ വിഷമം ഇപ്പോഴും ആയിട്ടുണ്ട്. അവർക്ക് എന്തോ പറയാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. എനിക്ക് പക്ഷെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോട്ടെ, തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്ന് പറഞ്ഞ ഒരു പഠിപ്പീര് കള്ളത്തരത്തിന് കൂട്ടിയുന്ന ഈസ എവിടെയെങ്കിലും പഠിപ്പിച്ചായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 8-ാം 35-36 പറയും, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും,
ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അതെ, ഞങ്ങളുടെ ധൈര്യം അതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സുവിശേഷം നിമിത്തം ഞങ്ങളുടെ ജീവനെ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങൾ ഫരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ പ്രാണനെ ചെല്ലുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതാണ് ലോകത്തുള്ള നൈജീരിയ പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ക്രിസ്തുവിനെ പിൻപറ്റിയ സുവിശേഷത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യസുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും കുത്തുകയും കൊല്ലുകയും സഭ പൊളിക്കുകയും എല്ലാം ചെയ്തപ്പോഴും തിരിച്ച് കൈപൊക്കി ആക്രമിക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ? ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? തൻ്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടി വന്നയാള് തിരിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ല, ഈ വേറൊരു കാര്യം ചോട്ടെ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം? ലോകം മുഴുവനും നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ളവരോടും മുസ്ലിങ്ങളോട് മനസ്സിണക്കപ്പെട്ട് നടക്കുന്നവരോടും മാരിയോ ജോസഫിനോടും ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ലോകം മുഴുവനും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നേടിയിട്ട് ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം? ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം നിങ്ങൾക്ക്? നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കൂ. അല്ല, എൻ്റെ ഒരു ചോദ്യം, അധ്യായം 35-36 പ്രകാരം ഖുറാനിലെ കള്ളത്തരത്തിന് കൂട്ടുന്ന ഈസ ഇത് പഠിപ്പിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. പിന്നെ അശുദ്ധനാക്കുന്നത് എന്താണെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. അശുദ്ധനാക്കുന്നത് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ഭൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കാരണം ഇവിടെ പറയുന്നത് പുറത്തു നിന്നുള്ള പലതുമാണ് അശുദ്ധനാക്കുന്നത്, ഭക്ഷണമാണ് അശുദ്ധനാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ചിന്തയുണ്ട്, വ്യഭിചാരമുണ്ട്, പരസംഗമുണ്ട്, കൊലപാതകമുണ്ട്, മോഷണമുണ്ട് എന്ന് വേണ്ട പല രീതിയിൽ അകത്ത് നിന്ന് ഉണ്ടാക്കുന്നു. മൂഢത വരെ. അല്ല, ഇങ്ങനെ ഒരു പഠിപ്പീര് ഈസ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 12:15. പിന്നെ അവരോട് സകല ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഓരോരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈസാ നബി ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ദിവ്യാഗ്രഹത്തെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണമെന്നേ. നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ഇത് പറയുന്നത്. കള്ളസത്യം ചെയ്യരുതെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5:34-35. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടും അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. കള്ളസത്യം ചെയ്യരുതെന്ന് ആര് പഠിപ്പിച്ചു? കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇനിയും കള്ളസത്യം ചെയ്യരുതെന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ. നിങ്ങൾ സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്, സ്വർഗത്തെ കൊണ്ട് ഒരിക്കലും അരുത്. പക്ഷെ എന്നാൽ ഖുറാനിലെ ഈസ എന്ന് പറയുന്നവൻ കള്ളസത്യം ചെയ്യാൻ കൂട്ടുനിന്നവനാണ്. അബൂ ഹുറൈറ നിവേദനം നബി പറഞ്ഞു, ഒരാൾ മോഷ്ടിക്കുന്നത് കണ്ട് ഈസാ ബിൻ മറിയം ചോദിച്ചു, നീ മോഷ്ടിച്ചുവോ? അവൻ പറഞ്ഞു, ഇല്ല, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈസ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എന്റെ കണ്ണുകൾ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയൂ, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന് എത്രയോ വിപരീതമായിട്ടാണ് ഈസയുടെ പഠിപ്പീര്. ഈസ എന്ന് പറയുന്ന കള്ളപ്രവാചകനെ യേശുക്രിസ്തുവായിട്ട് താരതമ്യം ചെയ്യാൻ വരുന്ന ഇവരുടെ ഉള്ളിൽ ആരുടെ ആത്മാവ് വ്യാപരിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവോ? പളപളപ്പ കുപ്പായവും മറ്റുള്ളത് ഒക്കെ ഇട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ബ്രദറെ ഇങ്ങനെ തർക്കിക്കാനും വാദിക്കാനും പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. തർക്കവും വാദവും ഇല്ലാതെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുള്ളത്? വെട്ടും കുത്തും നടത്തിയല്ല ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുള്ളത്, തർക്കത്തിലൂടെയും വാദത്തിലൂടെയും തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു, നിങ്ങൾ സുവിശേഷങ്ങളൊന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ പാണ്ഡിത്യമുള്ളവരാണല്ലോ.
എൻ്റെ അടുത്തും അനിൽ പറഞ്ഞ അടുത്തും ഷിജു പറഞ്ഞ അടുത്തും ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്തൊക്കെ വന്നിട്ട് പലരും നിങ്ങൾ എന്തിനാണ് ഈ തർക്കിക്കാനും വാദിക്കാനും, ഞങ്ങളെക്കാളും നല്ല ബൈബിൾ പരിജ്ഞാനമുള്ളവരൊക്കെയാണല്ലോ നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. കർത്താവായ യേശുക്രിസ്തു 3 രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചതിന് എല്ലായിടത്തും മിണ്ടാതിരുന്നോ? ഇല്ലല്ലോ. എല്ലാ സ്ഥലത്തും മറുപടിയും ഉണ്ട്, മറുചോദ്യം ഉണ്ട്. ചിലയിടത്ത് മറുപടി ഇല്ല, മറുചോദ്യം മാത്രം. ചിലയിടത്ത് മറുപടി മാത്രം കൊടുത്തു. ചിലയിടത്ത് മറുചോദ്യം ചോദിച്ചു നിർത്തി. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പ്രസംഗിക്കുന്നവരാണല്ലോ പല ആൾക്കാരും. തൊർണോസിന്റെ പാഠശാലയിൽ 2 സംവത്സരവും 3 മാസവും സംവാദം നടത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തർക്കവും വാദവും ഒക്കെ ഇല്ലാതെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുള്ളത്? പൗലോസ് അപ്പോസ്തലൻ വലിയൊരു റൗണ്ടിന് നടുക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് തർക്കവും വാദവും നടത്തുന്നത്. ഈ പല ആൾക്കാരുടെയും ചോദ്യം ഈ ഒരാളിലേക്കാണ്. പക്ഷെ ഈ ഒരാൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തും സംഭവിക്കാമായിരുന്നു. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷകൾ വളർന്നു വന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് പരീശന്മാരും മറ്റുള്ളവർ വന്നപ്പോഴും മറുപടിയും മറുചോദ്യം കൊടുത്തുകൊണ്ടാണ്. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് തർക്കവും ഇല്ല, വാദവും ഇല്ല, ഒന്നുമില്ല. എന്ത് കാര്യം? സംസാരിക്കേണ്ട അടുത്ത് നമ്മൾ സംസാരിച്ചില്ല, പിന്നെ ആര് സംസാരിക്കും? നമ്മൾ സംസാരിക്കണം. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച രീതിയിൽ സംസാരിക്കാൻ നമ്മൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയും വേണം. 1 പത്രോസ് 3:15 ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നതാണ്. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ആദ്യമേ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, യേശു ഈസയും ഒന്നാണ്. ആരെതിർത്താലും ഞാൻ എതിർത്തിരിക്കുന്നേ. ഇനി അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ മരിയ ജോസഫിനോട് പറയുകയാണ്, ഞാനൊരു സംവാദത്തിന് വേണേൽ തയ്യാറാണ്. ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശു സമ്മതമാണെങ്കിൽ ഓക്കെ. ചെമ്പുകണ്ടം വരുന്നോ? ഓക്കെ. മൈക്കിൾ കാര്യമാറ്റം വരുന്നോ? ഓക്കെ. ഇനി അതിനോട് മനസ്സിണക്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ സമ്മതം മേടിച്ചിട്ട് പോര്, നമുക്കൊന്ന് നോക്കാം. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിണക്കപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് പോരും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കേൾപ്പിക്കുക, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കുക, ബൈബിൾ നിങ്ങൾ വായിക്കുക, ബൈബിളിൻ്റെ അകത്തുള്ള സത്യത്തെ മനസ്സിലാക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം ഉണ്ടെന്നേ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നമ്മളെന്താ പ്രാർത്ഥനക്കാരല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ ദൈവം സഹായിക്കും. എന്നെ കേട്ട നിങ്ങളോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞു ആ നിസ്തുല്യ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് കാണും വരെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.